നമ്മുടെ സിജോ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നന്ദനെ കൊച്ചെ എന്ന് വിളിക്കുന്നത് പലതവണ ലൈവിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സിജോ അങ്ങനെ വിളിക്കുന്നതിന് നന്ദനെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഒരു അനിയത്തിയെ പോലെ കണ്ടു വിളിക്കുന്നതാണ് അങ്ങനെയൊക്കെ. ഇപ്പൊ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. നന്ദനെ പെണ്ണെ എന്ന് വിളിച്ചതിന്റെ പേരിൽ സിജോയും നന്ദനയും തമ്മിൽ കിച്ചൺ ഏരിയയിൽ വെച്ചൊരു വാക്തർക്കം. അതാണ് ഈ ഒരു പ്രോമോയിൽ കാണിക്കുന്നത്. എനിക്കൊരു പേരുണ്ട്, ആ പേര് വിളിച്ചാൽ മതി, പെണ്ണെ എന്ന് വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനയുടെ ഒരു പട്ടിഷോ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് പാത്രം വലിച്ചെറിയുന്നുണ്ട്. ശ്രീരേഖയും ജാസ്മിനും തമ്മിൽ നടന്ന ഒരു വഴക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതാണ് എനിക്ക് ഈ ഒരു പ്രോമോ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീരേഖ ജാസ്മിനെതിരെ ഒരു ആരോപണം അടിക്കും. സ്ത്രീയെ എന്നല്ലാതെ പുരുഷാന്ന് വിളിക്കാൻ ഒക്കുവോ ശ്രീരേഖ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. പെണ്ണിനെ പെണ്ണെന്നല്ലാതെ പിന്നെ എന്തുവാ വിളിക്കേണ്ടത്? പുരുഷാന്ന് വിളിക്കാൻ ഒക്കുവോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുവാണ്. സിജോയുടെ ആ ഒരു സ്ലാങ് ആ രീതിയിലുള്ളതാണ്. പുള്ളി നന്ദനെ കൊച്ചേന്നും പെണ്ണേന്നും ഒക്കെ വിളിക്കുന്നത് ഞാൻ ലൈവിൽ കേട്ടിട്ടുണ്ട്. പിടിക്കാൻ വേറെ വള്ളിയൊന്നും കിട്ടാഞ്ഞിട്ടാണോ നന്ദന സിജോയുടെ മിക്കിട്ട് കയറുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു പ്രഷർ ഹിറ്റ് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന ഒരു വഴക്കായിരിക്കാം ഇത്. നന്ദന കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് ഹിറ്റ് ചെയ്തപ്പം തോന്നിയതായിരിക്കാം. അനിയത്തിക്കുട്ടി കളിച്ചവിടെ നിന്നാൽ മാത്രം പോരല്ലോ, ചേട്ടന്മാരിൽ ഒരാളുമായിട്ടേലും വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങാന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. പക്ഷെ സിജോ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. നന്ദന പട്ടി ഷോ കാണിച്ചാൽ അതിനപ്പുറത്തെ ഷോ കാണിക്കാൻ അറിയാവുന്ന ആള് തന്നെയാണ് നമ്മുടെ സിജോ. അത് പുള്ളി തെളിയിച്ചിട്ടുമുണ്ട്. പെണ്ണ് പാത്രം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് സിജോ ചൊറിയാൻ നോക്കുന്നുണ്ട്. അത് നന്ദന പാത്രം എറിഞ്ഞപ്പോ പുള്ളി അങ്ങനെ പറഞ്ഞതാണ്. അല്ല പിന്നെ അത്രയും അങ്ങനെ ഒരു ഷോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? എന്തായാലും ഇതൊരു പ്രോമോയാണ്. ലൈവിൽ ഈ ഒരു സംഭവം കാണാനായിട്ട് കാത്തിരിക്കാം. ഏറ്റവും മൂല്യം വെച്ച് കൂടുതലൊന്നും പറയുന്നില്ല. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.